എന്റെ ഖബറിന്റെ സമീപത്ത് ഒരു മലക്കിനെ അല്ലാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ മലക്കിന്റെ ഡ്യൂട്ടി എന്താണ്? എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരുടെ വിവരങ്ങളെ എനിക്ക് അറിയിച്ചു തരലാണ്. വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ചൊല്ലുന്നവരുടെ വിവരങ്ങളുമായി ആ മലക്ക് എന്റെ അടുക്കലേക്ക് വരും. യാ റസൂലല്ലാഹ്, അങ്ങയുടെ മേലിൽ ഇന്നാലിന്ന നാട്ടിലെ ഇന്നാലിന്ന ഉപ്പയുടെ ഇന്നാലിന്ന ഉമ്മയുടെ ഇന്നാലിന്ന മകളെ യാ റസൂലല്ലാഹ്, തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയേ. മാഷാ അല്ലാഹ്, ആ സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷം അറിയിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പേര് മാത്രമല്ല പറയുക, നമ്മുടെ ഉപ്പാന്റെ പേര് മുത്തുനബിയുടെ അടുക്കൽ പറയുകയാണ്. നമ്മുടെ സ്നേഹനിധിയായ ഉമ്മാന്റെ പേര് മുത്തു റസൂലുള്ളാഹിന്റെ അടുക്കൽ മലക്കുകൾ പറയുകയാണ്. മാഷാ അല്ലാഹ്, ഏത് ഉപ്പയാണ് ആഗ്രഹിക്കാത്തത്? ഏത് ഉമ്മയാണ് ആഗ്രഹിക്കാത്തത്? സ്വലാത്ത് ചൊല്ലണേ, മക്കളെ സ്വലാത്തിന്റെ ആളുകളാക്കണേ, സ്വലാത്ത് ചൊല്ലുന്ന മക്കളാക്കണേ. മക്കൾക്ക് പലതും വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത്, മക്കളെ പോറ്റി വളർത്തുന്ന സമയത്ത്, എന്റെ പൊന്നുമോന് എന്റെ പൊന്നുമോള് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരു മോളായാൽ, സ്വലാത്ത് ചൊല്ലുന്ന ഒരു മോനായാൽ, ആ മക്കൾ രണ്ടുണ്ടെങ്കിലോ 3 മക്കളുണ്ടെങ്കിലോ 5 മക്കളാണെങ്കിലോ, ഈ 5 മക്കളും വെള്ളിയാഴ്ച രാവിൽ സ്വലാത്ത് ചൊല്ലുമ്പോ ഇന്നാലിന്ന ഉപ്പയുടെ ഇന്നാലിന്ന ഉമ്മയുടെ മകളെ മകനെ മുത്തു റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയേ എന്ന് മലക്കുകൾ സന്തോഷം അറിയിക്കുമ്പോ എത്ര പ്രാവശ്യമാണ് നമ്മുടെ പേര് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ മലക്കുകൾ ചെന്ന് പറയുക? ആഗ്രഹമില്ലാത്തവരായി ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? അല്ലാഹു നമ്മുടെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാഹ്. ഏതെങ്കിലും ഒരു രാത്രിയിൽ സ്വന്തം മകൻ നന്നാകണമെന്ന്, സ്വന്തം മകൾ നന്നാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ കണ്ണിലൂടെ കണ്ണുനീരുകൾ ചാലിട്ടൊഴുകിയിട്ട് എന്റെ മകൻ എന്റെ മകള് ഒന്ന് നന്നാക്കണേ റബ്ബേ എന്ന് കണ്ണിലൂടെ കണ്ണുനീരുകൾ ഒഴുക്കിയിട്ട് ദുആ ചെയ്തവരാര്? മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. അവരെ ഓർക്കുന്ന സമയമാണിത്, അവരെ അനുസ്മരിക്കുന്ന സമയമാണിത്. അവരുടെ പ്രിയപ്പെട്ട ബാപ്പ അഹ്മദ് ഇബ്നു അഹ്മദ് എന്ന് പറയുന്നവർ സാധാരണക്കാരനായ, അതേ സമയത്ത് നല്ല വ്യക്തിയ, നല്ല സ്വഭാവമുള്ള, നല്ല സൂഫിയായ നല്ല മനുഷ്യനായിരുന്നു. വലിയ സദസ്സുകളിൽ ഇങ്ങനെ പങ്കെടുക്കും, വലിയ ആലിമീങ്ങളുടെ പ്രഭാഷണങ്ങൾ കേൾക്കും, വലിയ ഫഖീഹായ, വലിയ അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാരുടെ കാലിന്റെ ചുവട്ടിൽ പോയിരിക്കും. അപ്പോഴെല്ലാം കണ്ണിലൂടെ കണ്ണുനീരുകൾ ചാലിട്ടിങ്ങനെ ഒഴുകും. എന്റെ മകനെ നീ വലിയൊരു ഫഖീഹാക്കണേ അല്ലാഹ്, ഒരു ആലിമാക്കണേ അല്ലാഹ്, ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ഒരു മോനാക്കണേ അല്ലാഹ്. ആ മോനാണ് പിന്നീട് അതേ സൂഫിയാക്കളുടെ വലിയ നേതാവായി വലിയ ഗ്രന്ഥങ്ങൾ രചിച്ച ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന വലിയ സ്ഥാനപ്പേര് നേടിയ അബൂ ഹാമിദിനുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. മക്കള് നന്നാവാൻ വേണ്ടി ഒരു ഉപ്പയുടെ ദുആയേക്കാളും വലിയ ദുആയില്ല, ഒരു ഉമ്മയുടെ ദുആയേക്കാളും വലിയ ദുആ വേറെയില്ല. അതേ സമയത്ത് ആ മകളോ മകനോ ആരുടെയെങ്കിലും വീട് വിട്ട് ഇറങ്ങിപ്പോകുമ്പോ നെഞ്ചത്തിടിച്ചിട്ട് കരഞ്ഞിട്ടോ, അതല്ലെങ്കിൽ കണ്ണുനീരിലൂടെ കണ്ണിലൂടെ കണ്ണുനീരുകൾ ചാലിട്ടൊഴുകിയിട്ടോ കാര്യമില്ല. കരയേണ്ട സമയത്ത് നമ്മൾ ആരും കരയുന്നില്ല. പതിരാ സമയത്ത് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്റെ മോനെ നീ നന്നാക്കണേ റബ്ബേ, എന്റെ മോളെ നീ നന്നാക്കണേ അല്ലാഹ് എന്ന് റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആ റബ്ബ് വെറുതെയാക്കൂല.
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനിയുള്ള ദിവസങ്ങളും ദിനരാത്രങ്ങളും നല്ല ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. റജബും ശഅബാനും ഒക്കെ വരികയാണ്. അതിനെല്ലാം ഒരുങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.